ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ ഇറാന് ശക്തിയുള്ളിടത്തോളം കാലം, ആക്രമണം തുടരുന്നിടത്തോളം കാലം അറബ് രാജ്യങ്ങൾക്ക് പൂർണ്ണമായി നിസ്സംഗമായി ഇരിക്കാനാവില്ല. ഇത് മറ്റുള്ളവരുടെ യുദ്ധമാണ്, GCCയുടെ യുദ്ധമല്ല ഇത്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുമല്ലോ, ഇത് GCC രാജ്യങ്ങളുടെ യുദ്ധമല്ല. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കണം, അത് കരാറിലേർപ്പെടണം, അമേരിക്കയുമായും ഗൾഫ് രാജ്യങ്ങളുമായും കരാറിലേർപ്പെടണം. 2, ഇസ്രയേലിൻ്റെ കൈവശം ഉള്ള ആയുധങ്ങൾ സറണ്ടർ ചെയ്യണം. ഇസ്രയേലിൻ്റെ ആണവശേഖരം വെട്ടിച്ചുരുക്കാനോ കുറച്ചു കൊണ്ടുവരാനോ ഒഴിവാക്കാനോ അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ല. ഇസ്രയേൽ എന്ന രാജ്യം അമ്പിനും വില്ലിനും അടുക്കില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഗൾഫ് മേഖലയിലാകെ ഇറാൻ വ്യാപകമായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതായത് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നതോടെ ഗൾഫ് രാഷ്ട്രങ്ങൾ സമ്മർദ്ദത്തിലാകുമെന്നും അമേരിക്ക കാരണമാണ് തങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്ന തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കി അറബ് ഇസ്ലാമിക രാജ്യങ്ങളെ അമേരിക്കയ്ക്ക് എതിരാക്കാമെന്നും ഇറാൻ കണക്കുകൂട്ടുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ കണക്കുകൂട്ടലുകൾ പൊളിക്കുന്നതാണോ കഴിഞ്ഞ ദിവസത്തെ അറബ് രാജ്യങ്ങളുടെ അവരുടെ ഒരു യോഗ തീരുമാനം? ഇപ്പോൾ ഇറാനെതിരെ യുദ്ധത്തിനില്ല, പക്ഷേ സമയമാകുമ്പോൾ ഭരണാധികാരികൾ തീരുമാനിക്കുമെന്നാണ് ആ യോഗത്തിന്റെ നിലപാട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇറാനെതിരെ ഇപ്പോൾ യുദ്ധത്തിന് ഇല്ല, വളരെ ക്ലിയറാണ്. ഇപ്പോൾ യുദ്ധത്തിനില്ല. പക്ഷെ തങ്ങളുടെ ഭരണാധികാരികൾ മറ്റു ചിലത് മനസ്സിൽ കണ്ടിട്ടുണ്ട്. തീരുമാനിക്കേണ്ട സമയം വരുമ്പോൾ തീരുമാനിക്കും എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴാണ് പറയുന്നത്. വൈകി യുദ്ധം തുടങ്ങി 3 ആഴ്ച കഴിയുമ്പോഴാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരു നിലപാട് പറയുന്നത്. ഇപ്പോൾ യുദ്ധത്തിനില്ല എങ്കിൽ പോലും ഇനിയും യുദ്ധം ചെയ്ത് കൂടായികയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ നോക്കൂ, ഗൾഫ് രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും എന്ന് മുൻകൂട്ടി തന്നെ ഇറാൻ പറഞ്ഞതാണ്. ഇതൊരു മേഖലാ യുദ്ധമായിരിക്കും. കാരണം അമേരിക്ക തങ്ങളെ ആക്രമിക്കുമ്പോൾ തങ്ങൾക്ക് തിരിച്ചടിക്കാനാവുക അമേരിക്കയെ അല്ല, അമേരിക്കൻ താവളങ്ങളെയാണ്. ആ താവളങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് മേഖലയിലാണ്, ഇസ്ലാമിക രാജ്യങ്ങളിലാണ്, അറബ് രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ആ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കാതിരിക്കാനാവില്ല. താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത് മനസ്സിലാക്കാം, പക്ഷേ സാമ്പത്തിക സ്രോതസ്സുകൾ ഇറാനിൽ ആക്രമിക്കപ്പെടുമ്പോൾ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക സ്രോതസ്സിലേക്ക് നീങ്ങും എന്നതും മുൻകൂട്ടി തന്നെ ഇറാൻ പറഞ്ഞതാണ്. ഇറാൻ മുൻകൂട്ടി പറഞ്ഞത് ഏതാണ്ട് എല്ലാം തന്നെ ഇപ്പോൾ ശരിവെക്കുന്ന രീതിയിലാണ് ആക്രമണങ്ങൾ 3 ആഴ്ചയായി നടന്നത്. അപ്പോൾ പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് മറിച്ചൊരു നിലപാട് എടുക്കേണ്ടി വരുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഒരുപക്ഷെ അവിടുത്തെ ഭരണാധികാരികൾ ഒട്ടും വിചാരിച്ച് കാണില്ല ഇറാൻ ഇതൊക്കെ പറയും. പക്ഷേ ഇറാൻ തങ്ങളെ ആക്രമിക്കും എന്നൊന്നും ആരും വിചാരിച്ചില്ല. അല്ലെങ്കിൽ പേരിന് വേണ്ടി മുൻപും ആക്രമിച്ചല്ലോ, അൽ ഉദൈദ് വ്യോമതാവളം ആക്രമിച്ചല്ലോ 2025 ജൂൺ മാസം. യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അമേരിക്കൻ വ്യോമതാവളം ഇറാൻ ഔപചാരികതയുടെ പേരിൽ ആക്രമിച്ചു. അത് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് ആക്രമണം. ഒന്നും കാര്യമായ നാശനഷ്ടം ഉണ്ടായില്ല. ഇപ്പോഴങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ആക്രമണം നടക്കുന്നു. വ്യോമകേന്ദ്രങ്ങൾ, നാവിക കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നത് സത്യമാണ്. അപ്പോൾ പിന്നെ പ്രതികരിക്കണമല്ലോ. പ്രതികരിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ആ പ്രതികരണം, ഇറാൻ ആഗ്രഹിക്കുന്ന പ്രതികരണം, അറബ് രാജ്യങ്ങൾ അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്തുന്നു. അതാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് എന്ന വാക്ക് ആ പശ്ചാത്തലത്തിലായിരിക്കും. അതുകൊണ്ട് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണ്, ഒരു സമ്മർദ്ദമാണ്. അങ്ങനെ നിങ്ങളെ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഇനി ആക്രമിക്കുമെന്ന് പറയുക മാത്രമല്ല, ചിലത് ആക്രമിച്ച് കാണിക്കുന്നു, അതും ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇനി ആക്രമണം നാളെ നിങ്ങളുടെ പൂർണ്ണമായി ഓയിൽ സംഭരണികൾ, എണ്ണ റിഫൈനറികൾ മുഴുവൻ ഞങ്ങൾ തകർക്കും, ഇത് വലിയ ബ്ലാക്ക് മെയിലിംഗ് ആണ്. കുറേയൊക്കെ തകർത്ത് കാണിക്കുകയും ചെയ്തല്ലോ, അത് ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. ആ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ, കാരണം ഈ പലതും ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ ഇറാന് ശക്തിയുള്ളിടത്തോളം കാലം, ആക്രമണം തുടരുന്നിടത്തോളം കാലം അറബ് രാജ്യങ്ങൾക്ക് പൂർണ്ണമായി നിസ്സംഗമായി ഇരിക്കാനാവില്ല. അവർക്ക് ഏതെങ്കിലും രീതിയിൽ യുദ്ധവിരാമം അവർക്ക് ആവശ്യമാണ്. അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാം, ഇസ്രയേലിന് പരമാവധി മുന്നോട്ട് പോകണമെന്നാണ്. ഇറാൻ വരൂ, ആക്രമിക്കൂ, ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അറബ് രാജ്യങ്ങൾ അങ്ങനെയല്ല, GCC രാജ്യങ്ങൾ അങ്ങനെയല്ല, അവർക്കെല്ലാം നഷ്ടപ്പെടാനുണ്ട്. ഇത് മറ്റുള്ളവരുടെ യുദ്ധമാണ്, GCCയുടെ യുദ്ധമല്ല ഇത്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുമല്ലോ, ഇത് GCC രാജ്യങ്ങളുടെ യുദ്ധമല്ല. GCC രാജ്യങ്ങൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ക്രോസ് ഫയറിൽ പെട്ടുപോയി. അതിനവർ കാട്ടിയ വലിയ ഒരു അബദ്ധം,
ഒരു സാധ്യതയായ ഒരു കാര്യമാണ്. അവരുടെ സംരക്ഷണം അമേരിക്ക ചെയ്യും. ഈ സംരക്ഷണം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സേനാതാവളങ്ങൾ അനുവദിച്ചപ്പോൾ ആ സേനാതാവളങ്ങളിലേക്കുള്ള ആക്രമണം ഇത്ര വലിയ പുലിവാലാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ സ്വപ്നേന നിരൂപിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. പൂർണ്ണമായി അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ പൂർണ്ണമായി തടുക്കാനാവുന്നില്ല, ഭാഗികമായി തടുക്കാനാവുന്നുണ്ട്, ചെറുത്ത് നിൽക്കാനാവുന്നുണ്ട്. പക്ഷേ മിസൈൽ അവശിഷ്ടങ്ങൾ വീഴുന്നത് തടയാനാവില്ലല്ലോ, ഡ്രോൺ അവശിഷ്ടങ്ങൾ വീഴുന്നത് തടയാനാവില്ലല്ലോ. അതൊക്കെ ചെറിയ ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ മാറി ചിന്തിച്ച് പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ യുദ്ധമില്ല, തങ്ങൾ നേരിട്ട് പ്രവേശിക്കുന്നില്ല, പക്ഷേ നാളുകളിൽ തങ്ങൾക്കൊരു നിലപാട് പറയേണ്ടി വരും. 2 നിലപാടുകളാണ് പ്രതീക്ഷിക്കുന്നത്, 3 നിലപാടുകളാണ് പ്രതീക്ഷിക്കാനുള്ളത്. ഒന്ന്, അമേരിക്കയോട് സാമാന്യം കർശനമായി തന്നെ ആവശ്യപ്പെടുന്നു, തങ്ങളും പരമാധികാര രാജ്യങ്ങളാണ്, നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി, താങ്ക് യു വെരി മച്ച്, വി ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ് എനിമോർ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം. ഇറാനുമായി സമാധാനത്തിൽ പോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. മേഖലയിലുള്ള രാജ്യം ഇറാനാണ്, നിങ്ങളൊക്കെ വളരെ ദൂരെ കിടക്കുന്ന രാജ്യമാണ്. ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് എക്കാലത്തും ഞങ്ങൾ തമ്മിൽ തല്ലുന്നത് ശരിയല്ല, ഞങ്ങൾ സംയമനം പാലിക്കുന്നു, ഞങ്ങൾ സംയമനം പാലിച്ചാൽ ഇറാനും സംയമനം പാലിക്കും. അങ്ങനെ അമേരിക്കയെ വേണമെങ്കിൽ ഒരു വരച്ച വരയ്ക്ക് അപ്പുറത്ത് നിർത്താം. പക്ഷേ അത് സാധിക്കുമെന്ന് കരുതാനാവില്ല. കാരണം അമേരിക്ക ആ മേഖലയിൽ ഉടുമ്പ് പോലെ പിടിച്ചു കിടക്കും എന്ന് തന്നെയാണ് കരുതാവുന്നത്. കാരണം അമേരിക്ക അങ്ങനെ വിട്ടുപോവില്ല. കാരണം അതൊരു പണം കായ്ക്കുന്ന മരമല്ലേ ഗൾഫ്, അതങ്ങനെ വിട്ടുപോവില്ല. എണ്ണ വിളയുന്ന മണ്ണല്ലേ, വിട്ടുപോവില്ല. അതുകൊണ്ട് അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ, എണ്ണ താല്പര്യങ്ങൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വിട്ടുപോവില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നേരത്തെ സൂചിപ്പിച്ചൊരു ഓപ്ഷനാണ്. അത് ഒമാൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രപ്പോസൽ. ഒമാൻ എന്താണ് പറഞ്ഞത്? ആണവായുധങ്ങളാണ് പ്രശ്നമെങ്കിൽ ആണവ വിമുക്ത വെസ്റ്റ് ഏഷ്യ, അതിൽ ഒരു രാജ്യത്തിനും ആണവായുധം ഉണ്ടാവരുത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കണം. അത് കരാറിൽ ഏർപ്പെടണം. അമേരിക്കയുമായും ഗൾഫ് രാജ്യങ്ങളുമായും കരാറിൽ ഏർപ്പെടണം. 2, ഇസ്രായേലിൻ്റെ കൈവശം ഉള്ള ആയുധങ്ങൾ സറണ്ടർ ചെയ്യണം. അവരുടെ സെക്യൂരിറ്റി പാരഡൈമിൽ അവർക്ക് ആണവായുധങ്ങൾ ആവശ്യമില്ല. ഇറാൻ ആണവായുധങ്ങളില്ല എങ്കിൽ, ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും ആണവായുധങ്ങളില്ല എങ്കിൽ കൺവെൻഷണൽ ആയുധങ്ങൾ മതിയാകും. അതിൻ്റെ പ്രഹരശേഷി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അത് മതിയാകും. അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടല്ലോ സഹായിക്കാൻ. ഇസ്രായേൽ ആണവായുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണം. അതിന് തെളിവുണ്ടാക്കണം. ഇസ്രായേലും ഈ കരാറിൻ്റെ ആത്യന്തിക ഒരു മേഖലാ കരാറിൻ്റെ ഭാഗമാകണം. അപ്പോൾ അതുകൊണ്ട് തങ്ങളും റെഡി. ഇതാണ് ഒമാൻ പറഞ്ഞത്. അത് ഇന്നത്തെ നിലയിൽ അമേരിക്ക അംഗീകരിക്കില്ല. ഇസ്രായേലിൻ്റെ ആണവശേഖരം വെട്ടിച്ചുരുക്കാനോ കുറച്ചു കൊണ്ടുവരാനോ ഒഴിവാക്കാനോ അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ല. ഇസ്രായേൽ എന്ന രാജ്യം അമ്പിനും വില്ലിനും അടുക്കില്ല. അതുകൊണ്ട് അത് ഹൈപ്പത്തറ്റിക്കലി ഇങ്ങനെ ഒമാന് പറഞ്ഞു വെക്കാമെന്നല്ലാതെ നടപ്പാവില്ല. പിന്നെ എന്താണ് നടപ്പാവുന്നത്? മൂന്നാമതൊരു ഓപ്ഷൻ, എങ്കിൽ പിന്നെ അടിച്ചു തീർക്കുക. ഗൾഫ് രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട്, അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആക്രമിച്ച് ഇറാനെ വകവരുത്തുക. സാധിക്കും എന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ആകാശത്തൂടെ കിട്ടാവുന്ന പ്രഹരം മുഴുവൻ ഇറാന് കിട്ടിക്കഴിഞ്ഞു. അപ്പോഴും ഇറാന് ഉയർന്നു നിൽക്കാൻ കഴിയുന്നുണ്ട്. ജയിക്കുന്നില്ല, തോൽക്കുന്നുമില്ല, അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ കരയുദ്ധം അമേരിക്കയുടെ സേനകൾ, ഗൾഫ് രാജ്യങ്ങളുടെ സേനകൾ, ഇസ്രായേലിൻ്റെ സേന, ഇതെല്ലാം കൂടെ പല വഴി ഇറാനുള്ളിലേക്ക് കടക്കുന്ന ഒരു കാര്യം ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കൂ. ഇതൊക്കെ ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്ന? ഉട്ടോപ്യൻ ഐഡിയയാണ്. അങ്ങനെ നടക്കില്ല, അങ്ങനെയൊന്നും നടക്കില്ല. അത് മാത്രമല്ല, ഭാവിയിൽ ചരിത്രം എങ്ങനെയാണ് ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുക? ജൂതരാഷ്ട്രത്തോടൊപ്പം അറബി ഇസ്ലാമിക രാജ്യങ്ങളും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു സംസ്കാരമായ അമേരിക്കയുടെ താല്പര്യപ്രകാരം ജൂതരാജ്യത്തെ സഹായിക്കാനായി ഉള്ള പദ്ധതിയിൽ കരിങ്കാലികളായി അറബി ഇസ്ലാമിക രാജ്യങ്ങൾ ചേർന്നു മറ്റൊരു ഇസ്ലാമിക രാജ്യമായ ഇറാൻ്റെ ജനതയെ തകർക്കാൻ വേണ്ടി. അപ്പം ജനതയെ തകർക്കാൻ വേണ്ടി എന്നാവും ചരിത്രത്തിൽ രേഖപ്പെടുക. കാരണം ഈ ഭരണകൂടത്തെ തകർക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭരണകൂടത്തെ തകർക്കാൻ അവരുടെ ജനങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷേ ഇറാൻ്റെ ജനതയുടെ കഞ്ഞിക്കുടി മുട്ടിക്കുന്നു, എണ്ണ വറ്റിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നു. ഒരു 50 വർഷം കഴിഞ്ഞാലും ഇറാന് തലപൊക്കാനാവാത്ത രീതിയിൽ ഇറാൻ്റെ ജനത പൂർണ്ണമായി ദരിദ്രരായി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ, സഹോദരന്മാരായ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് എന്ന് വന്നാൽ അത് അമേരിക്കയുടെ ആത്യന്തികമായ ഒരു താല്പര്യമല്ലേ സംരക്ഷിക്കപ്പെടുക? മുസ്ലിം ലോകത്തെ പെർപ്പച്വൽ ഡിവൈഡ് ഉണ്ടാക്കിയെടുക്കുക. മുസ്ലിം ലോകത്തെ മുസ്ലിം രാജ്യങ്ങളെ തന്നെ പിറ്റ് വൺ ഇസ്ലാമിക് കൺട്രി എഗൻസ്റ്റ് അനദർ. അവിടെ മുഴുവൻ
വലിയ ഒരു 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 യുദ്ധ സാഹചര്യം ഉണ്ടാക്കുക, പരസ്പരം ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങൾ പരസ്പരം വിശ്വസിക്കാതെ ഇരിക്കുക. ഇത് അമേരിക്കയുടെ ഒരു സിവിലൈസേഷണൽ താല്പര്യമല്ലേ, ഗൂഢപദ്ധതിയല്ലേ? ഒരുപക്ഷെ ജൂതന്മാരുടെയും അമേരിക്കയുടെയും പദ്ധതിയല്ലേ? അങ്ങനെ ആവുമല്ലോ ചരിത്രം വിശകലനം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആണെന്ന് തെളിയിക്കാൻ ഇപ്പം സ്ഥിതിവിവരക്കണക്കുകൾ തയ്യാറാക്കിയെടുക്കാനാവില്ല. പക്ഷെ അങ്ങനെയാവും ഭാവിയിൽ ചരിത്രം രേഖപ്പെടുത്തപ്പെടുക. അതുകൊണ്ട് അറബികളും മണ്ടന്മാരല്ലാന്ന് ഓർക്കണം. അറബികളിലും ചിന്തകരുണ്ട്, നന്നായി ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അവർ ചാടിപ്പുറപ്പെടാത്തത്. GCC രാജ്യങ്ങൾ യുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചാടിപ്പുറപ്പെടാത്തത് അതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു, എൻ്റെ മനസ്സിലെ ചിന്ത പറയുന്നു, നയതന്ത്ര പരിഹാരം മാത്രമേ ഉള്ളൂ ഇതിന്. ഇറാൻ കുറേയൊക്കെ വഴങ്ങണം, ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറണം, വിനാശകാരികളായ ആയുധങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം, ഒരു മേഖലാ കരാർ. എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, സ്നേഹപൂർവ്വം ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിൽ വന്ന ആശയമാണ്. ഇവിടെ യൂട്യൂബ് ചാനലുകളിലോ ചാനൽ ചർച്ചകളിലോ വരുന്ന ആശയങ്ങളല്ലല്ലോ അമേരിക്കയോ ഇസ്രയേലോ എടുക്കേണ്ടത്, അതും അറിയാം. പക്ഷേ ഇങ്ങനെ വരുന്ന ചിന്തകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ചിന്തകളാണ്. അതൊരു ചിന്ത ഇതാണ്, ഒരു മേഖലാ കരാർ, ഒരു യുദ്ധമില്ല മേഖലാ കരാർ. അമേരിക്കയെ മാറ്റി നിർത്തുകയും അമേരിക്ക എന്ന വിപത്തിനെ ആ പ്രദേശത്ത് നിന്ന് മാറ്റി നിർത്തുകയും ഇസ്രയേലിനെ ഗൾഫ് രാജ്യങ്ങളും ഇറാനും ചില ഉറപ്പുകൾ നൽകുകയും ജൂതരാജ്യത്തെ, അതായത് സയനിസ്റ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാതെ ജൂതരാഷ്ട്രത്തെ നിലനിൽക്കാൻ അനുവദിക്കുകയും അതേസമയം അമേരിക്കയോട് കടക്കുപുറത്ത് എന്ന് പറയുകയും സൗദി അറേബ്യയും തുർക്കിയും ഇറാനും ഇസ്രയേലും ഈജിപ്തും ഇതൊക്കെയാണ് പവർഫുൾ രാജ്യങ്ങൾ. ആ മേഖലയിലെ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട്, ഇതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ ആ മേഖലയിൽ പെടുന്നതല്ല, സൗത്ത് ഏഷ്യ എന്ന് പറയും. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നും അതിനകത്ത് പങ്കാളിത്തം ഉണ്ടാവില്ല. വെസ്റ്റ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട ശക്തികൾ, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നിടത്ത് പാകിസ്ഥാനില്ല, ഇന്ത്യയുമില്ല. അപ്പം മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ശക്തികളും ഇസ്രയേലും ചേർന്ന് ഒരു കരാർ, അവിടെ നിർബന്ധമായി 3 രാജ്യങ്ങൾ ഉണ്ടാവണം. സൗദി അറേബ്യ representing the Sunni Arab Islamic world, Iran representing the Shia Islamic world, and Israel representing the Judaistic world. അമേരിക്കയുടെ സാന്നിധ്യമില്ലാതെ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധമില്ലാ കരാർ ഒപ്പുവയ്ക്കുകയും ആണവായുധങ്ങളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും അല്ലെങ്കിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നുവെന്ന് ഇസ്രയേൽ ഉൾപ്പെടെ അംഗീകരിക്കുകയും ചെയ്താൽ തീർച്ചയായും ശാശ്വതമായ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കും. അവിടെ ആ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്ക് ഇസ്രയേലെ സഹായിക്കാനായി രംഗത്ത് വരാം. അമേരിക്കയ്ക്ക് അവിടെ കാര്യമുണ്ടാവരുത്. മധ്യപൗരസ്ത്യ പ്രദേശത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് എന്ത് കാര്യം? പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം? എണ്ണ ഖനനം ചെയ്യുന്നിടത്ത് അമേരിക്കയ്ക്ക് എന്ത് കാര്യം? അമേരിക്ക എണ്ണയുണ്ടല്ലോ. അമേരിക്കയുടെ ഫിഫ്ഡം, പണ്ടത്തെ മൺട്രോ ഡോക്ടറിന് അനുസരിച്ച് വെനിസ്വലയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം ചേർന്ന അമേരിക്കാസ്, വടക്ക് തെക്ക് അമേരിക്കകൾ. അതുമാത്രം പോരെ അമേരിക്കയുടെ ഫിഫ്ഡമായി. മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കയുടെ കൈവെപ്പുണ്ടാകുമ്പോൾ സ്വാഭാവികമായി റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ തന്നെ താല്പര്യങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ബാഹ്യശക്തികളെ, അത് റഷ്യയും ഒഴിവാക്കണം, ചൈനയും ഒഴിവാക്കണം, ഇന്ത്യയെ പോലും ഒഴിവാക്കണം. ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടാകാത്ത ഒരു മധ്യപൗരസ്ത്യ പ്രദേശം എന്ന രീതിയിലേക്ക് ചർച്ചകൾ പോകാതെ ശാശ്വതമായ സമാധാനം ആ മേഖലയിൽ ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, ഈ സൗദിയേക്കാൾ കൂടുതൽ ഇറാന്റെ തിരിച്ചടി ഏറെയും UAE ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. UAE അറബ് രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പാലമാകുന്നതാണോ ഇറാനെ ഇത്രയും ചൊടിപ്പിച്ചിരിക്കുന്നത്? GCC മേഖലയിൽ ലേശം വ്യത്യസ്തതയുള്ള രാജ്യമാണ് പല എമിറേറ്റുകളുടെ കൂട്ടമായ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAEയിൽ ദുബായ്, അത് എണ്ണ മാത്രമല്ല, എണ്ണയല്ല, മറിച്ച് ഫ്രീ പോർട്ട് എന്ന നിലയിൽ വലിയ ഒരു സാധ്യതയാണ്. ലോകത്തിൻ്റെ വലിയ ബാങ്കുകളിൽ പലതും അവിടെയാണ്. അബുദാബിയും വലിയ ബാങ്കിങ് കേന്ദ്രമാണ്, അവിടെ എണ്ണ ഉൾപ്പെടെയുണ്ട്. ഫ്യുജൈറ, റാസൽ ഖൈമ ഇതെല്ലാം ചേർന്ന എമിറേറ്റുകളുടെ കൂട്ടമാണ് UAE. തന്ത്രപ്രധാനമായ സ്ഥാനത്താണ്. ഹോർമൂസിലേക്ക് കടന്നു നിൽക്കുന്ന ഹോർമൂസ് കടലിടുക്ക് UAEയുടെ ഫ്യുജൈറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഇറാൻ്റെ ഒരു പള്ളയ്ക്ക് കയറി നിൽക്കുകയാണ്. അത് മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം.
അതുപോലെ തന്നെ തൊട്ട് കിഴക്ക് ഒമാൻ്റെ ചില പ്രദേശങ്ങളുണ്ട്. ഒമാൻ്റെ ചില പ്രദേശങ്ങൾക്ക് ഉള്ളിൽ UAE ചില പ്രദേശങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ടെറിട്ടോറിയൽ കണ്ടിഗ്യൂറ്റി ഇല്ലാത്ത രാജ്യമാണ് UAE എന്ന് ഓർക്കണം. ഒമാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മേഖല വളരെ തന്ത്രപ്രധാനമാണ്. ഇറാൻ്റെ ഏറ്റവും സമീപമായ ഹോർമോസ് കടലിടുക്കിൻ്റെ മറുപക്ഷത്ത് തൊട്ടിപ്പുറത്ത് ഒരു 33 കിലോമീറ്റർ കടലിൽ കുറുകെ സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ UAEയിലേക്ക്, ഒമാനിലേക്കും ഇറാനിൽ നിന്നും. മറ്റു രാജ്യങ്ങൾ കുറച്ചുകൂടി അകലെയാണ്, സൗദി അറേബ്യ ഉൾപ്പെടെ. അതും പേർഷ്യൻ ഗൾഫ് കടന്നു കഴിഞ്ഞാൽ എത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ UAE ഹിറ്റിംഗ് റേഞ്ചിലാണ്. ഇറാൻ്റെ തെക്കുള്ള സാഗ്രോസ് മലനിരകളിൽ പലയിടങ്ങളിലായി വെച്ചിരിക്കുന്ന ലോഞ്ച് പാഡുകൾ, അതായത് ഈ മൊബൈൽ ലോഞ്ച് പാഡുകളുണ്ട്. വലിയ ടാങ്കർ, വലിയ ലോറികളാണ്, ട്രക്കുകളാണ്. അതിൽ വെച്ചുകൊണ്ട് ലോഞ്ച് ചെയ്യാവുന്ന മിസൈൽ ലോഞ്ചേഴ്സ് ഉണ്ട്, ഡ്രോണുകളുണ്ട്. ഇതെല്ലാം തന്നെ നിമിഷാർത്ഥം കൊണ്ട് പതിക്കും UAEയിൽ. UAEക്ക് ഏറെ വേദനിക്കും, പൊള്ളും. പ്രത്യേകിച്ച് അബുദാബിക്ക് ഏറെ വേദനിക്കും. കാരണം എണ്ണ സമ്പന്നമാണ്. അപ്പോൾ അബുദാബിയൊക്കെ എന്ത് ശ്രമിച്ചു. UAEയുടെ ഭരണാധികാരികൾ വളരെയധികം ട്രംപിനെ ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. കാരണം തങ്ങൾക്ക് തങ്ങളുടേതായ ഒരു സമാധാനം, മുൻ യുദ്ധങ്ങളിലൊന്നും UAE ഒന്നും കാര്യമായി പങ്കെടുത്തിട്ടില്ല. അവർ വളരെ റിച്ചാണ്, വളരെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാണ്. പ്രവാസികളെ മാറ്റി നിർത്തി ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരെ മാത്രം നോക്കുമ്പോൾ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ UAEക്ക് നേരെ അതിശക്തമായ ആക്രമണം, പ്രത്യേകിച്ച് UAEയുടെ എയർപോർട്ടുകൾ, ദുബായ്, അബുദാബി എയർപോർട്ടുകൾ ആക്രമിക്കപ്പെട്ടു, എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടു, കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. അത് UAEക്ക് എതിരെ മാത്രമല്ല, ഈ സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് അറാംകോയുടെ സംഭരണശാലകളിലേക്ക് ആക്രമണം വ്യാപിച്ചു. ഗ്യാസ് ഫീൽഡുകളിലേക്ക് പോകുന്നു, പലയിടത്തേക്കും പോകുന്നു. UAE പ്രത്യേക ടാർഗറ്റായി ഇറാൻ കരുതുന്നു. കാരണം UAE പെട്ടെന്ന് പാനിക്ക് ചെയ്യുമെന്നാണ് ഇറാൻ്റെ, ഇതൊരു കാൽക്കുലേഷനാണ്, ഇറാൻ്റെ ഒരു കാൽക്കുലേഷനാണ്. മറ്റു രാജ്യങ്ങൾ, സൗദി അങ്ങനെ പാനിക്ക് ചെയ്യല്. സൗദിക്ക് കഠിനമായ വിരോധമുണ്ട്, ചരിത്രപരമായ പല കാരണങ്ങളാലാണ്. ഷിയ സുന്നി വ്യത്യാസമാണെന്ന് ചിലർ പറയും. അങ്ങനെയല്ല, ഭരണകൂടങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്നൊരു റിപ്പബ്ലിക്കാണ്, മറ്റൊന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്, മറ്റൊന്ന് ഇസ്ലാമിക രാജഭരണമാണ്. ഇതൊന്നും തമ്മിൽ ചേരില്ല. ചരിത്രപരമായി ഒന്ന് പേർഷ്യൻ ജനത, മറ്റേത് അറബി ജനത. അറബി സ്വത്വം പേർന്ന സൗദി അറേബ്യയും പേർഷ്യൻ വേരുകളുള്ള ഇറാനും ചരിത്രപരമായി ഒരിക്കലും സുഹൃത്തുക്കളായിരുന്നിട്ടില്ല. മുൻകാലങ്ങളിൽ സഹസ്രാബ്ദങ്ങളിലൂടെ വന്നൊരു വൈരാഗ്യമാണ്. അപ്പോൾ അറബ് ആർമീസ് പലപ്പോഴും പേർഷ്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, പേർഷ്യൻ ആർമീസ് പലപ്പോഴും അറബി മേഖല. അറബി എന്ന പേര് വഹിക്കുന്ന ഏക രാജ്യം എന്ന് സൗദി അറേബ്യയാണല്ലോ. അപ്പം ആ ഒരു അറബി സ്വത്വം തീർച്ചയായും നിലനിർത്താൻ ശ്രമിക്കുന്നു. UAEയും അറബി സ്വത്വമുണ്ട്, പക്ഷേ അവിടെയും ചെറിയ ഇറാൻ അനുകൂലമായ ചില ഘടകങ്ങളുണ്ട് അവിടെ. പക്ഷേ UAE ഈസ് വൾനറബിൾ, പെട്ടെന്ന് സമ്മർദ്ദത്തിൽ വഴങ്ങും. അതുകൊണ്ടാവാം ഈ വളരെ ഇപ്പം നനഞ്ഞടമേ കുഴിക്കാവൂ എന്ന് പറയുമല്ലോ, അതുകൊണ്ടാവാം. ഖത്തറും അങ്ങനെ തന്നെയാണ്. ഖത്തറിൻ്റെ ഗ്യാസ് ഫീൽഡുകൾ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു. ഗ്യാസ് കത്തിപ്പോവുകയാണ്. കാരണം ഈ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാവുന്ന ഗ്യാസിൻ്റെ ഒരു 1/3 കത്തി തീർന്നു എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള വാതക കത്തലാണ് സംഭവിച്ചിട്ടുള്ളത് ഖത്തറിൽ എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്ത 5 വർഷത്തേക്ക് CNG ക്ഷാമം ഉണ്ടാകണമെന്നില്ല. മറ്റ് ഇടങ്ങളിൽ CNG അവൈലബിലിറ്റി കുറവാണ്. അത് ഖത്തറാണ് അതിൻ്റെ കേന്ദ്രം. അപ്പോൾ അതുകൊണ്ട് ഖത്തറിൽ നിന്നുള്ള വരവ് കുറയാൻ സാധ്യതയുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് തന്നെ ഈ നഷ്ടപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഖത്തറിൽ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ പൂർവ്വ സ്ഥിതിയിലാക്കണമെങ്കിൽ 5 വർഷത്തോളം എടുക്കുമെന്നാണ് ഖത്തറിൻ്റെ ഭരണാധികാരികൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു ഇതാണ്. അത് മാത്രമല്ല, UAE എണ്ണ സമ്പന്നമാണല്ലോ. എണ്ണ ഫെസിലിറ്റീസ് ഫർദർ ആക്രമണത്തിന് വിധേയമാവുകയാണെങ്കിൽ അവിടെ ഹോർമോസ് വഴിയുള്ള UAEയുടെ എണ്ണ കടത്തും കുറയും. UAEക്ക് ഒമാനിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഒമാൻ്റെ കുറുകെ പൈപ്പ് ലൈനിലൂടെ ഒമാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒമാൻ ഉൾക്കടലിലെ തുറമുഖങ്ങൾ വഴി ഒരുപക്ഷെ UAEയുടെ എണ്ണ കുറച്ചൊക്കെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സൗദി അറേബ്യക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമുണ്ട്. കാരണം പേർഷ്യൻ ഗൾഫ് മേഖലയിലെ തുറമുഖങ്ങൾ അടച്ചിട്ടാൽ പോലും ചെങ്കടൽ മേഖലയിലെ തുറമുഖങ്ങൾ സൗദിക്കൊരു സാധ്യതയാണ്. പക്ഷേ അവിടെയും ഒരു ഭീഷണിയുണ്ട്. ഹൂതികൾ വാഴുന്ന ഇടമാണ് ബാബ് എൽ മന്ദേബ് എന്ന ചെങ്കടലിലേക്കുള്ള ആ ഒരു പ്രവേശന കവാടം. അവിടെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നു ഹൂതികൾ. അത് ചരിത്രപരമായി അങ്ങനെ തന്നെയാണ്. ഹൂതികളുടെ ആക്രമണം എപ്പോഴും സൗദി താല്പര്യങ്ങൾക്കെതിരെയാണ്. സൗദി എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ഹൂതികൾ ആക്രമിക്കുന്നു. അവർ ഇറാൻ പക്ഷപാതികളാണ്, ഇറാൻ്റെ ഒപ്പം നിൽക്കുന്ന മിലീഷ്യകളാണ്. അപ്പം അതെല്ലാം തന്നെ ആ മേഖലയാകമാനം അസ്ഥിരമാക്കുന്നു. അതിൽ UAE ഏറെ
അസ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഇപ്പോഴും ഭരണകൂടം വളരെ സ്ട്രോങ് ആണ്. UAEക്ക് റിസർവ്സ് ഉണ്ട്. UAE അങ്ങനെ പെട്ടെന്ന് തകരുന്ന ഒരു രാജ്യമല്ല. വൈസായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഗൾഫ് മേഖലയിൽ വസിക്കുന്ന രാജ്യവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, മലയാളികൾ ഉൾപ്പെടെ. മൊത്തം ഇന്ത്യക്കാൽ 1/3 മലയാളികളാണ് എന്നുകൂടി ഓർക്കണം. ആകെ ആ മേഖലയിലാകെ 90 ലക്ഷം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ 35 ലക്ഷത്തോളം പേര് മലയാളികളാണ് എന്നുകൂടി ഓർക്കുമ്പോൾ UAEക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ഒരു സാമ്പത്തിക ത്രെട്ട് നോക്കൂ. അത് ഇന്ത്യയെ പോലും മലയാളികളെ പോലും വല്ലാതെ ഞെരുക്കുന്ന ഒന്നാവും. അങ്ങനെ ആവാതിരിക്കട്ടെ. ഒരു കാര്യമുള്ളത്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ ഉൾപ്പെടെ ഒരുപാട് പ്രവാസികൾ ഗൾഫ് നാടുകളിലുണ്ട്. യുദ്ധം നീളുന്നത്, ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് പ്രവാസികളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ നിലവിൽ? പ്രവാസികളുടെ മനസ്സിൽ ആധിയാണ്. പ്രവാസികൾ നൽകുന്ന പണം, പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ റെമിറ്റൻസസ്, പെട്രോ ഡോളേഴ്സ്, അത് കേരളത്തിൻ്റെ ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒന്നാണ്. നിസ്സംശയം പറയാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, 90 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളാണ് ഗൾഫ് മേഖലയിലുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് UAEയിലാണ്. രണ്ടാം സ്ഥാനത്ത് സൗദി അറേബ്യ, അതുപോലെ ഖത്തറിലും യമനിലും ഒമാനിലും ഒക്കെ ഉണ്ട്. വലിയ നമ്പറുണ്ട്. ഇറാനിലൊക്കെ വളരെ കുറവ് പേരാണുള്ളത്. ഇസ്രയേലിലും കുറച്ച് പേരാണുള്ളത്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ GCC മേഖലയിലാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രവാസികളുടെ കോൺസെൻട്രേഷൻ. പ്രവാസികളെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കാം? 3-4 രീതിയിൽ അത് ബാധിക്കാം. അത് ഒരിക്കലും ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്. ഒരിക്കലും പാനിക്ക് ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പലരും ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകളുണ്ട്. അനാവശ്യമായ ഭീതി ആരുടെയും മനസ്സിൽ ആവശ്യമില്ല. കാരണം ഗൾഫ് രാജ്യങ്ങൾ ഫിനാൻഷ്യലി സൗണ്ടാണ്, സെക്യൂറാണ്. പക്ഷേ അവിടുത്തെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾ വൻതോതിൽ ആക്രമിക്കപ്പെട്ടാൽ ഭാഗികമായിട്ടെങ്കിലും അവയുടെ പ്രവർത്തനം നിർത്തേണ്ടി വരും. എണ്ണ സംഭരണശാലകൾ ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് എണ്ണ സംഭരിച്ചു വെക്കാൻ ആവാതെ വരും. ഇനി ഉപരോധം കാരണം ഹോർമുസ് കടലിടുക്ക് മാസങ്ങളോളം അടച്ചിട്ടാൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന എണ്ണ അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ സംഭരിച്ചു വെക്കാൻ സംഭരണ കേന്ദ്രങ്ങൾ തികയാതെ വന്നേക്കാം. സ്വാഭാവികമായി അവിടെ ഉത്പാദനം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരും. ഖത്തറിലൊക്കെ ഗ്യാസിൻ്റെ, പ്രകൃതിവാതകത്തിൻ്റെ ഉത്പാദനം പൂർണ്ണമായി നിലച്ച ഒരു മട്ടാണ്. അപ്പോൾ പല രാജ്യങ്ങളിലും ക്രൂഡ് ഓയിൽ ഉത്പാദനവും ഭീതിതമായ രീതിയിൽ വെട്ടിക്കുറച്ചേക്കാം. അങ്ങനെയെങ്കിൽ അവിടെ തൊഴിലാളികൾ അധികപ്പെട്ടായി വന്നേക്കാം, ടെക്നീഷ്യൻസ് അധികപ്പെട്ടായി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകൂ, അതിനുശേഷം യുദ്ധം കഴിയുമ്പോൾ തിരിച്ചെത്താം. അങ്ങനെ പറഞ്ഞ് പല കമ്പനികളും സേവനം തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കാനുള്ള കാര്യമാണ് ഒരു സാധ്യത. ഇപ്പോഴങ്ങനെ ഒരു ഭീഷണി ഇല്ല. ഇപ്പോൾ എല്ലാം ഭദ്രം എന്ന രീതിയിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ പറയുന്നത്. പക്ഷേ എത്രത്തോളം യുദ്ധം നീങ്ങുമെന്നറിയില്ല. ആക്രമണം നിലച്ചു എങ്കിൽ പോലും യുദ്ധം അവസാനിക്കുന്നില്ല എങ്കിൽ ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗൾഫിൻ്റെ സമ്പദ് വ്യവസ്ഥയൊന്നും പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. കാരണം ഒരുപാട് റിസർവ്സ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെയധികം റിസർവ്സ് ഉള്ള രാജ്യങ്ങളാണ്. ഇത്രയും കാലം ഉണ്ടാക്കിയ വെൽത്ത് പലപ്പോഴും വിദേശ രാജ്യങ്ങളാണ്. സ്ട്രാറ്റജിക് റിസർവ്സായി എല്ലാ ഫോറിൻ കറൻസീസിലും അവർക്ക് നിക്ഷേപമുണ്ട്, വെൽത്തുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവരുടെ സമ്പദ് വ്യവസ്ഥകൾ അങ്ങനെ ഇറ്റ് വോണ്ട് റീൽ അണ്ടർ പ്രഷർ. പക്ഷേ ദുബായ് പോലെയുള്ള സ്ഥലങ്ങൾ അത് ഫ്രീ പോർട്ടാണ്. അവിടെ വ്യാപാരം നടക്കണമല്ലോ, അവിടേക്ക് ഉൽപ്പന്നങ്ങൾ എത്തണമല്ലോ. അവിടേക്ക് ഉൽപ്പന്നങ്ങൾ എവിടെ നിന്നാണ് എത്തുന്നത്? ഇന്ത്യയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, ഫിലിപ്പീൻസിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. അപ്പം എണ്ണ വെളിയിലേക്ക് കൊണ്ടുപോകുക എന്നത് മാത്രമല്ല, അബുദാബിക്ക് എണ്ണ വെളിയിലേക്ക് കൊണ്ടുപോകുക അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്ന് കിട്ടുന്നു. പക്ഷേ മറ്റൊരു എമിറേറ്റായ ദുബായിക്ക് പുറത്തു നിന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കാര്യങ്ങൾ ഉള്ളിലേക്ക് വരണം. അങ്ങനെ വരാതാകുമ്പോൾ ഫ്രീ പോർട്ടിൻ്റെ പ്രയോജനം പിന്നെ എന്താണ്? അത് ബ്ലോക്ക്ഡാണ്. അപ്പം അങ്ങനെയെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, അത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് അയൺ ആൻഡ് സ്റ്റീൽ, അല്ലേ, പ്രഷ്യസ് മെറ്റൽസ്, മിനറൽസ്, എന്തിന് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മീറ്റ്, എല്ലാ കാര്യങ്ങളും വെളിയിൽ നിന്ന് വരണ്ടേ? ഇതൊക്കെ വരാൻ ഹോർമൂസ് കടലിടുക്ക് വഴിയല്ലേ വരാനാവൂ? അത് അടയ്ക്കപ്പെട്ടാൽ അത് പൂർണ്ണമായി ബ്ലോക്ക്ഡാണ് ഇപ്പോൾ. അങ്ങനെയെങ്കിൽ എത്ര കാലം എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റും? എന്തൊരു ഭീമമായ കോസ്റ്റാണ് വിമാനങ്ങൾ വഴി അവശ്യ വസ്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിലെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അവിടെ നല്ല പങ്ക് പ്രവാസികളാണല്ലോ. ആ പ്രവാസികൾ വളരെയധികം ഒരുപക്ഷെ ഒന്ന് ജോലി നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാൻ സാധ്യത,
രണ്ട്, ഉത്പാദനം കുറയുന്നത് കൊണ്ട് ഒരുപാട് ഈ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകും. പിന്നെ അവശ്യ വസ്തുക്കൾ കിട്ടാനില്ലാത്ത ഒരന്തരീക്ഷം വന്നാൽ വലിയ രീതിയിലാണ് വിലക്കയറ്റം ഉണ്ടാകുക. അവരുടെ വരുമാനം കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷം വരും. വലിയ തോതിൽ ആളുകൾ നാട്ടിലേക്ക് വരാൻ തൽക്കാലത്തേക്കെങ്കിലും, കുറച്ചു കാലത്തേക്കെങ്കിലും, ഇതൊന്നും ഉള്ള കാലം മുഴുവൻ നീണ്ടു നിൽക്കില്ല യുദ്ധം. ആരും വിഷമിക്കേണ്ട, അങ്ങനെ നിൽക്കില്ല. ഒരു യുദ്ധവും ആത്യന്തികമായി അങ്ങനെ നിലനിൽക്കില്ല. പരിഹാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റ് ഇപ്പോൾ തന്നെ വലിയ കമ്പൽഷൻ ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ നിർമ്മാണ പ്രക്രിയകൾ, അത് ഓയിൽ ഇൻസ്റ്റലേഷൻസ് ആകാം, ഇൻഫ്രാസ്ട്രക്ചർ ആകാം, റോഡുകളാകാം, ബിൽഡിങ്ങുകളാകാം, ഫ്ലാറ്റുകളാകാം, മറ്റു കാര്യങ്ങളാകാം. കൺസ്ട്രക്ഷനിൽ ഉൽപ്പന്നങ്ങൾ, റോ മെറ്റീരിയൽസ് തീരെ കിട്ടാനില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. അതൊക്കെ ഷിപ്മെൻ്റായിട്ട് വരേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം വലിയ ഒരു പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ പല ആളുകളും, കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണ്? 3.5 കോടി. അതിൽ 35 ലക്ഷം ഗൾഫിലാണ്, അതായത് പേർഷ്യൻ ഗൾഫിലെ GCC രാജ്യങ്ങളിലാണ്. അതിനർത്ഥം എന്താ? 10 പേരിൽ ഒരാൾ ഗൾഫുകാരാണ് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 10ൽ ഒരാളെന്ന് പറയുന്നത് വലിയ നമ്പറല്ലേ? 10%. അത്രയും പേരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. ബാക്കി 90% ആളുകളുടെ ജീവിതത്തെ ഇൻഡയറക്റ്റ്ലി ബാധിക്കുന്നു. എണ്ണവില വർധന പോയിക്കോട്ടെ, അത് ഉറപ്പായി ഉണ്ടാകാം. ദൗർലഭ്യം വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ ഉടനെ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഉടനടി വർദ്ധിക്കലുണ്ടാവില്ല. കേരളത്തിലും ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത 1.5 മാസത്തേക്ക് ഒരുപക്ഷെ എണ്ണവില വർധന വൻതോതിൽ ഉണ്ടാവില്ല. ചെറിയ വർധന ഉണ്ടാവാം. ഗ്യാസിൻ്റെ വിലയിൽ വർധന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദൗർലഭ്യം തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത് ഗൾഫിലെ ആളുകളുടെ ക്ഷേമം മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരൻ്റെയും ക്ഷേമം അതുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം, വിദേശ നാണ്യം, ഒരു ബഫർ, ഇതൊക്കെ എന്താണ്? വൻതോതിൽ $1 ട്രില്യൺ വർത്ത് ഓഫ് റെമിറ്റൻസസ് ആണ് ഓരോ വർഷവും വരുന്നത്. ഗൾഫ് രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാർ. അത് കുറയുകയാണെങ്കിൽ, അവരിൽ പലരും തിരിച്ചു വരികയാണെങ്കിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഉണ്ടാകുന്ന ഭീമമായ ശോഷണം, അതുകൊണ്ട് രാജ്യത്തെയും ഗൾഫ് നാട്ടിലെ പ്രവാസികളായ ജനതയും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നാട്ടിൽ ജീവിക്കുന്ന ആളുകളെയും അതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മറ്റെല്ലാവരെയും, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് മുതൽ സാധാരണ പലചരക്ക് കടക്കാരുൾപ്പെടെ എല്ലാ മേഖലകളിലേക്കും ഈ ഒരു ഷോക്ക്, ഓയിൽ ഷോക്ക്, ഗൾഫ് ഷോക്ക്, വാർ ഷോക്ക് ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് യുദ്ധത്തെ ഞാൻ പലയാവർത്തി പല പ്ലാറ്റ്ഫോമിൽ പല സമയത്ത് പല കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. ദയവായി ആരും യുദ്ധത്തെ ഒരു ഗെയിമായി കണ്ടുകൊണ്ട് ഇറാൻ കി ജയ് അല്ലെങ്കിൽ ഇസ്രായേൽ കി ജയ്, ഇറാൻ അനുകൂല കമൻറ്റുകൾ, ഇസ്രായേൽ അനുകൂല കമൻറ്റുകൾ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. അതെല്ലാം അവരവരുടെ താല്പര്യമാണ്. പക്ഷേ ആത്യന്തികമായ യുദ്ധ പരിഹാരം എന്നതാണ്. ഇതൊരു ഗെയിമല്ല. ഇത് ആസ്വദിച്ച് കളിക്കാവുന്നൊരു കളിയല്ല. ദേഹം പൊള്ളുന്ന, നമുക്ക് ഓരോരുത്തർക്കും വേദനിക്കുന്ന, ദേഹം പൊള്ളുന്ന ഒരു വാറാണ്, ഗെയിമല്ല. ഇത് യുദ്ധമാണ്. അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ നിർദ്ദേശങ്ങളല്ല ഇവരാരും സ്വീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് ഈ ഒരു പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കുക. അല്ല എങ്കിൽ പാനിക്, ഇപ്പോൾ ഗ്യാസ് തന്നെ പാനിക് ബൈയിങ് എന്നത് വലിയൊരു വിപത്തല്ലേ? പാനിക് ബൈയിങ് വന്നതുകൊണ്ടാണ് ഈ വിതരണ ക്രമം അട്ടിമറിക്കപ്പെട്ടതെന്നാണ് ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. സത്യമാണെങ്കിലും അല്ല എങ്കിലും അങ്ങനെയുള്ള പാനിക് സിറ്റുവേഷൻ സ്പ്രെഡ് ചെയ്യാൻ കാര്യമായി പ്രേക്ഷകർ ശ്രമിക്കരുതേ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി യുദ്ധാവസാനത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.